വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. വിവിധ സന്ദേശങ്ങൾ ഈശോ നമുക്ക് നൽകുന്ന മനോഹരമായ ദിനം. ഓശാനയുടെ 1-ാം സന്ദേശം യേശു പറയുന്നത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നതാണ്. കഴുതിയെയും കുട്ടിയെയും കൊണ്ടുവരിക എന്ന യേശുവിൻ്റെ നിർദ്ദേശം ശിഷ്യന്മാർ പാലിക്കുന്നു. 2-ാമത്തെ സന്ദേശം നമുക്കുള്ളതെല്ലാം അവൻ്റെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് തന്നെയാണ്. കഴുതിയെയും കുട്ടിയെയും വിട്ടുകൊടുക്കുന്നു, വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നു, ജനം തങ്ങൾക്കുള്ളതെല്ലാം അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഓശാനയുടെ 3-ാമത്തെ സന്ദേശം അംഗീകാരങ്ങളെ എളിമയോടെ സ്വീകരിക്കുക എന്നുള്ള. ജനം ഓശാന വിളിക്കുമ്പോൾ ആത്മീയമായ എളിമയോടെ ഈശോ അംഗീകരിക്കുക. ഓശാന സമ്മാനിക്കുന്ന 4-ാം സന്ദേശം ദൈവത്തിനു മുമ്പിൽ നമ്മൾ ആരാണെന്ന ഉത്തമ ബോധ്യത്തിൽ ഉറയ്ക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നാണ് ഈശോനെക്കുറിച്ച് പറയുക. ഓശാനയുടെ അവസാനത്തെ സന്ദേശം ആഹ്ലാദവും സഹനവും ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓശാന വിളികൾക്കൊടുവിൽ തന്നെ കാത്തിരിക്കുന്ന കുരിശുമരണത്തെക്കുറിച്ച് ഈശോയ്ക്ക് നന്നായി അറിയാം. നമ്മെ ജീവനാർത്ഥാവായ ശംശുനി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.